ഞാൻ ജ്യൂസ് കൊമ്പാച്ചനെന്ത് പറഞ്ഞു നമ്മൾ കേട്ട്. എസ്കേപ്പ് ആർപ്പ് ചെയ്തതാണോ? എനിക്കറിയാൻ പേടിയൊന്നുമില്ല. അതൊക്കെ അത്രേ ഉള്ളൂ. അല്ല അല്ല അവര് ചാവാൻ വേണ്ടി കണ്ടില്ലാന്ന് വിചാരിച്ചത്. നാളെ വീട് അവര് ചാവട്ട്. ഇവിടെ ആൾക്കാർ ചാവാൻ വരുന്നത് ഒന്നില്ല. ഇവിടെ കപ്പിൾസ് അല്ലേ ചാവാൻ. സൂയിസൈഡ് പോയിന്റ് ആണോ? അതെ. എണിച്ചാടുന്നോ? അവരെന്താ ചാടുന്നേ? കപ്പിൾസാ? ചാവും. കപ്പിൾസായിട്ട് ആരെയും ചാവോ? ബ്രേക്കപ്പ് കിട്ടിയല്ലേ ചാവത്തുള്ളൂ. അല്ല അവിടെ രണ്ടുപേര്. ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കി. അവര് പറഞ്ഞ അവർക്ക് ചാടിയാ മതി. നിരുപമ, ഞാൻ പറഞ്ഞു വെച്ചത് എങ്ങാനും ഇപ്പൊ അവര് കൊണ്ടുപോകാൻ വരുവാണെങ്കിൽ എന്തിനു ചെയ്യും? കൂടെ ഇല്ലേ, പിന്നെ ആരെന്നെ തൊടാനോ? ഓടുവോ? സത്യം പറ. ഞാനെന്തിനു പറഞ്ഞു കൂടെ നിൽക്കാൻ? അല്ല, കൂടെ നിക്കണം. ഫ്രണ്ടാന്ന് പറയണോ? ഫ്രണ്ടൊക്കെ അങ്ങോട്ട് മാറി നിന്നാ മതി എന്ന് പറയും. അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. തോക്കുണ്ടോ കയ്യില്? തോക്കൊക്കെ ഉണ്ട്. നമുക്ക് അത് വെച്ച് അവരെ പേടിപ്പിക്കാം. ഞാൻ എങ്ങനെ പേടിപ്പിക്കാൻ? നീ ആരാ ഈ സിറ്റുവേഷനിൽ ഇടപെടാന്ന് ചോദിക്കില്ലേ? പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഇടപെടാം. അങ്ങനെ ഫ്രണ്ട്സിന് ഇവിടെ സിറ്റുവേഷനിൽ ഇടപെടാൻ പറ്റത്തില്ല. ആലീസ് എന്നെ രക്ഷപ്പെട്ടത് എങ്ങനെയാ? എങ്ങനെയായിരിക്കും പറ? ലോലന്റെ കാര്യം പറഞ്ഞിട്ടായിരിക്കും അല്ലേ? അവക്ക് പറയാൻ ബോയ് ഫ്രണ്ട് ഉണ്ട്, എനിക്കില്ല. ഇതിപ്പോ പറയുമ്പോ ആലോചിക്കണം. ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. പേരെടുത്തല്ല, പുള്ളിക്കാരൻ നോർമലി ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അല്ലാണ്ട് എങ്ങനെ? ഹലോ. അതെ. നമ്മളിങ്ങനെ അറിഞ്ഞ ഇവിടെ ആരൊക്കെ നമ്മളെ പേടിയില്ലെന്നൊക്കെ. എന്തുപറ്റി? ഇല്ല. അല്ല കുട്ടി, പേരെന്താ? സുഖല്ലേ? പേരെന്താ? നമുക്ക് പോവാം. എങ്ങോട്ട് പോവാം? കൈ നോക്കിയോ? ബ്രോ, എന്താ കാര്യം പറ. പറഞ്ഞതറിയാ കേട്ടോ? എന്ത് കേട്ടോ? കാര്യം പറ. കിംവതിയോ? എന്താ കേട്ടെന്ന് കൂടി പറ. അങ്ങനെ കേട്ട് നമ്മളെ പേടിയില്ലെന്നാ, നമ്മളെ കൊണ്ടുപോകാൻ വന്നാ നീ പേടിക്കില്ലെന്നാ. അതിന് നിങ്ങളെ എനിക്ക് അറിയത്തില്ലല്ലോ. നിങ്ങൾ ആരാ? ജ്യൂസ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുമല്ലേ, പിന്നെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങൾ അറിയത്തില്ലല്ലോ. പോവാൻ തരും. ഫ്രണ്ടായിട്ട് ഇല്ല, അത് കുട്ടി നിക്കുവല്ലടാ. ഞാൻ ഫ്രണ്ടിന്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടാണ്. എന്റെ ഫ്രണ്ടാടാ. ആണോ? എന്താ സ്നേഹിപ്പ് പറഞ്ഞത് മാത്രം. ഇനി നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോൺ വിളിച്ച് പറയണം കേട്ടോ. ഞാൻ പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എന്തിനു പറയണം? അടുത്തിങ്ങനെ വേറെ ആൾക്കാർ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളെ അറിയത്തോരുമില്ല. ആരാ നിങ്ങള്? ജ്യൂസ് സത്യമായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ടല്ല ഞാനിങ്ങനെ പറയാറ് നിങ്ങളെ കുറിച്ച്. നമ്മുടെ കൊമ്പാച്ചൻ എന്ത് പറഞ്ഞു നമ്മൾ കേട്ട്.
എനിക്കറിയില്ല പുള്ളി ആരാന്ന് പോലും. ആണോ ആണോ സ്നൈപ്പ് എങ്ങനെയാണോ? വിട്ടേക്കട അത് ഇനി ഉണ്ടാവില്ല. ഓ ശരി ഓക്കെ ഓക്കെ അത്ര അപ്പൊ ശരി സേഫ് കാണാം. ആ ഓക്കെ ഓക്കെ. ജൂസ് ട്രൈക്ക് ബൈ. ജ്യൂസോ? ജ്യൂസ് വാട്ടർമെലൺ ജ്യൂസ്. സൗണ്ടൊക്കെ മാറി ഒന്നുമില്ലേട്ടാ സീനൊന്നുമില്ലേട്ടാ നമ്മളെ ഫ്രണ്ട്സ് അല്ലേ. അതെ അതെ അതെ. എല്ലാരും സഹായം ഇവിടെ കാണാം മനസ്സിലായോ? നല്ല മനുഷ്യരാണ്. ഇപ്പൊ പോയിട്ട് ഓക്കെ ഓക്കെ പോയിട്ടോടാ മാറി കിട്ടണം വണ്ടി പൊട്ടിത്തെറി. ആരെ ഇപ്പൊ അവരെവിടെ വിളിച്ചു വരുത്തിയേ? അവർക്ക് എങ്ങനെ അറിയാം നമ്മളിവിടെ ഉണ്ടെന്ന്? നീ എന്തിനാ പേടിക്കണേ? എനിക്ക് പേടിയൊന്നുമില്ല. ഓ കണ്ടായിരുന്നു ഞങ്ങൾക്ക് വന്നപ്പോളെ. ഞാൻ അറിഞ്ഞ അവരിപ്പോ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ കരുതി ചുമ്മാ പറയുന്നതെന്ന്. അല്ല ഇവിടെ വേറൊരുത്ത വന്നില്ലേ? അവനിവിടെ ഇനി ഇവൻ പറഞ്ഞു വിട്ടാണോ അവരെ? ഇവരെപ്പ അവരുടെ കൂടെ വന്നേ? അല്ല അവനല്ലാണ്ട് തോന്നതാ. അങ്ങനെ ഞാൻ ട്രൈക്ക് ഇത് ജൂയിസ് എന്നാണ് പറഞ്ഞത്. ജോസ് പ്രശ്നമാണല്ലേ? എന്ത്? അല്ല മറ്റേ പ്രശ്നമാണല്ലോ അല്ലേ? ആര്? അല്ല ടിൻഡു. ആ ടിൻഡു ഞാൻ പറഞ്ഞില്ല അതാ. സംസാരിക്കേ പാവല്ലേ ചക്കൻ. നീ കല്യാണം കഴിക്കും എന്നിട്ട് ഞാൻ സംസാരിക്കാം. അപ്പൊ ആൾക്കാരൊന്നും പറയത്തില്ലല്ലോ. എന്തോ പറഞ്ഞല്ലോ എനിക്കാരെയും പേടിയില്ല എന്തൊക്കെ. എനിക്കാരെ പേടിയില്ല. പിച്ചാച്ചിയാണ്. ഇതാരാ? ഇതടുത്തൊക്കെയാണ്. ഇത് വേറെ ആരെങ്കിലും മറ്റേ ദീപത്തിന്റെ പറയടാ. എടാ നീ എന്താ ഇവിടെ? ഇത് നീയായിരുന്നു ഇറ്റാച്ചിയാണോ ഇത്? നീ എന്തിനാ ഇവിടെ പരിപാടി? എടാ നമ്മളിവിടെ ഈ പാലത്തില് മറ്റേ എന്തോ നിരോമ കയറിക്കേ. ഓ ആണാ എനിക്ക് നമ്മള് പോയി തരാണ് ഇങ്ങനെ നടത്തി. നീ വണ്ടി എടുക്കും എനിക്ക് ആ ബൈക്ക് വരും എന്നിട്ട്. തരാല്ലോ എന്നാ. എന്റെ ബൈക്കാണോ എടുത്തോ? ആണോ? അല്ല നീ ബൈക്ക് എടുത്തോ? നമ്മള് വണ്ടിക്ക് വരാം. ആ ബൈക്ക് എടുത്തോളാം. അതാരാ അവിടെ? ഓക്കേടാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നാച്ചുറലേ. സൂസൈഡ് വലത്തി നമുക്ക് ഇവിടുന്ന് പോണം. ഇവിടെ ഞാൻ വണ്ടി എടുത്ത. ഹലോ ഇതാരാ? എന്താണ്? എന്റെ പേര് സ്നൈപ്പ്. ഓ അതെ ഇതാരാ? ഞാൻ ബ്ലാക്ക് മാഫിയ സെറോക്സ്. ഓ ടിൻഡുവിന്റെ ആൾക്കാരാ? ടിൻഡുവിന്റെ ആൾക്കാരാണോ? പിന്നേടാ ടിൻഡു ഇത്രയും പേര് സൂസൈഡ് ചെയ്യാനോ? സൂസൈഡ് അവിടെ ബോർഡ് വെക്കണം. അതെ ഇപ്പൊ ഒരുത്തനെ അവിടുന്ന് ചാടിക്കത്തും. ചാവണോ നിനക്ക്? വേണ്ട വേണ്ട. അതെ നേരത്തെ വന്നവര് എങ്ങനെ അവിടെ വന്നു? അതൊക്കെ അവര് വരും. അവര് ഇനിയും വരുവോ? ഇനിയും വരും. ഇനി വന്നതിനെ ഞാനില്ലേ നീ കൊണ്ടോ നിന്നെ കൊണ്ടോ. അതെന്ത് വർത്താനം? ഞാൻ മുടിയൊക്കെ മാറ്റട്ടെ. കാര്യമില്ല. ഹെയർ കട്ടൊക്കെ ചെയ്യാം. കാര്യമില്ല. എന്താ? മുടിയൊന്നും മാറ്റിട്ട് ഒരു കാര്യമില്ല. മാസ്ക് വെച്ചടക്കാതെ നാട്ടില് അപ്പോഴും കാര്യമില്ല.
കാന്തോ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം. അശ്ശോ, പേരും മറന്നു എന്തായിരുന്നു. അശ്ശോ, അവരുടെ ഫേസ് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് കാണുമ്പോ ഓടാനും പറ്റില്ല. എന്നാലും ഇങ്ങനെ ഇരുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിട്ട് വരുവാണ് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടാ. ലോലനുള്ളപ്പോ ആലീസിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇല്ലാത്തപ്പോഴും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിപ്പോ ലോലന് ആലീസിനെ എടുത്തതിന് ലോലന് സിറ്റുവേഷൻ ആക്കാലോ. നാളെ കൊണ്ടുപോകണേ എന്നെ വിളിച്ചാൽ മതി. കൈ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാൻ വരാം. കൊണ്ടുപോയി കഴിഞ്ഞിട്ടാ? കൊണ്ടുപോകരുത്. കൊണ്ടുപോകാണ്ടിരിക്കും. നമ്മളിപ്പോ എന്തിനു ചെയ്യാൻ? എങ്ങനെ ഇടപെടാൻ? എനിക്ക് അറിഞ്ഞൂടാ. ഇടപെട്. എന്തിനു ഇടപെടാൻ? ഈ ഒറ്റടുത്ത കാരണം ഇതൊക്കെ മിണ്ടാണ്ടിരുന്നതാ. ആവശ്യമായിട്ട് ഓരോ പേര് വലിച്ചടിച്ചേ പറഞ്ഞതാ. നിങ്ങളൊക്കെ ആരാ? ഞാൻ ട്രൈക്ക് ചെയ്ത് ചൂസുന്നത്. അത് കൊള്ളായിരുന്നു. ഒരു മിനിറ്റ്. സാബിത് ബ്രോയാണ് KM. അല്ല, ഞാൻ പ്രൂവ് ചെയ്യണെങ്കിൽ ഇങ്ങനെ റോസ് തന്നിട്ട് ഐ ലവ് യു എന്ന് പറയാം. അപ്പൊ കുട്ടി ലോയലാണെങ്കിലോ? ഐ ലവ് യു എന്ന് പറഞ്ഞാ ലോയലാണെന്ന്. ഓ, പിന്നെ ലോയലാണ് അവര്. ഓ, ഫ്ലവർ വരുമല്ലോ. ഇതൊക്കെ നോർമലി എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇല്ല. ചിലവർക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓക്കെ എന്നിട്ട് തോന്നുന്നവർക്ക് മാത്രമല്ല നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ലോയലാണ്. ഞാൻ ലോയലാണ്. അതല്ല, ഐ ലവ് യു എന്ന് പറയണോ? അതിന് എനിക്ക് കുറച്ച് ടൈം വേണം. ഇപ്പൊ ഫ്ലവർ പിടിക്ക്. ലോയലാണെന്ന് തെളിയിച്ചത് ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ നാളെ കൊണ്ടുകൂടെ പോയിക്കും. അതെ, ഫ്ലവറ് അങ്ങനെ ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. അല്ല വെച്ചിട്ട് പറ. ഈ ലവ് യു ഒന്നും എനിക്ക് വേണ്ട. ഇതെന്തിന്? സഡനായിട്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. പെട്ടെന്ന് ഒരു ദിവസം കുറച്ച് ടൈം. അത് പോട്ടെ, എന്നോട് തിരിച്ചങ്ങനെ ലോയലാണെന്ന് തെളിയിക്കും. അത് പറ. ലോയലാണെന്ന് പറഞ്ഞ നോർമലി സിറ്റിയില് ആരെ കൊണ്ട് നോർമലി ഗേൾ ഫ്രണ്ടിനെയാണ് ഇങ്ങനെ ചെയ്യാറ്. കുട്ടിക്ക് അറിയാമെന്ന് പറഞ്ഞൂടാ. ചില്ലിയാടിന്റെ മേലൊരു അമ്പലം കണ്ടിട്ടുണ്ടോ? ഇല്ല. ചില്ലിയാടിന്റെ മേലൊരു സംഭവം ഉണ്ട്. എന്നുവെച്ചാ നമ്മുടെ സ്റ്റോറിന്റെ എൻഡിൽ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ ബോർഡ് കണ്ടിട്ടുണ്ടോ? ബോർഡ് ഏത് ബോർഡ്? അവിടെ ഒരു ബോർഡ് ഇല്ലേ, മറ്റേ സ്റ്റെപ്പ് കയറി പോകുമ്പോ തന്നെ അവിടെ. അല്ല, ആ ബോർഡ് അല്ല കുട്ടി. അവിടെ വേറൊരു സംഭവം ഉണ്ട്. എന്താ? ഇപ്പോ എന്താ പറയുക, നോർമലി ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ടും ആണ് പോവാറ്. എന്നുവെച്ചാ ആ പകുതിയില്ല, അവിടെ പകുതി എന്നുവെച്ചാ ചില്ലിയാടിന്റെ അവിടെ ഇട്ട് അവിടെ ഒന്ന് ഗേൾ ഫ്രണ്ടിനെ എടുത്തോണ്ട് പോണം. ഓ, അല്ല അങ്ങനെയല്ല. അവിടെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ പോകുമ്പോ ഒരു സംഭവം എഴുതി കാണിക്കും. കംബാക്ക് അങ്ങനെ എന്തൊരു സാധനം എഴുതി കാണിക്കും. അതെ, എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറ്റത്തില്ല. ഞാൻ വേണ്ടി ബൈക്കിൽ കൊണ്ടുപോവാ.
വേണ്ട എടുത്തോണ്ട് വരും. അല്ല ഇവിടുന്ന് എടുത്തോണ്ട് നടുവേന് എന്തെങ്കിലും പ്രശ്നം ഇല്ല അങ്ങനത്തെ പ്രശ്നമൊന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല പകുതിന്ന് പോയാ മതി, ഇവിടുന്ന് പോണ്ട. ഇവിടെ അവിടെ എത്തത്തില്ല. ചെന്നൈ എക്സ്പ്രസ് വേറെ എന്ത് ഇന്നലെ മിനിഞ്ഞാന്നും കൂടി കണ്ടതാ, അതുകൊണ്ട് വാ കേറ്. അപ്പൊ തിരിച്ച് ഇത് എന്താണ് ഇതിന്റെ ടയറൊക്കെ വളഞ്ഞിരിക്കണേ. എന്താ ചോദിച്ച? അല്ല ഇത് വണ്ടി എന്താ ചരിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇങ്ങനത്തെ ചടങ്ങുണ്ട്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണല്ലോ. അത് ലോയൽറ്റി ടെസ്റ്റ് ആണ് ഇപ്പൊ. ഇത് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിനെ അറിയത്തുള്ളൂ, കുട്ടിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായില്ലല്ലോ. ഇല്ല ഇപ്പൊ ആയാലോ പിന്നെ ഇപ്പൊ ഇവിടെ അവിടെ എന്നെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല, പോവാൻ പറഞ്ഞു. അപ്പൊ ഇവിടെയുള്ള ഗേൾസും ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഉള്ള എല്ലാരും ചെയ്തിട്ടുണ്ട് ഈ ചടങ്ങ്. ചെയ്തിട്ടുണ്ട്, പക്ഷെ അവര് പറയത്തില്ല. ആരെങ്കിലും പറഞ്ഞോണ്ട് നടക്കുന്നു. അവർക്ക് എന്തിനാ പറഞ്ഞോണ്ടിരിക്കണേ? അവര് ഓൾറെഡി കപ്പിൾസ് ആയില്ലേ. ഓ അങ്ങനെയുണ്ട്. ആദ്യമായിട്ടാട്ടോ കേക്കണേ. നീനമ്മ നിരുപമ അവിടെ നാളെ ഇത് വെച്ച് ചെന്നൈ എക്സ്പ്രസ് വെച്ച സാധനം ഇട്ട് നിങ്ങള് വീഡിയോ ഒന്നും ആക്കിയേക്കില്ലേ? അണ്ണൻ കണ്ടതിനെ തുപ്പ്, എനിക്ക് വയ്യ തുപ്പറന്ന് കേൾക്കാൻ. ടിൻഡു നീ മറ്റേ സാറായിട്ട് വരുന്നില്ലേ? സാറായിട്ട് വരുന്നുണ്ട് ആൾക്കാര് കിട്ടി വരണ്ടേ. എന്നെ വിളിക്കണേ കാണാൻ. ഇവിടെ സോങ് ഉണ്ടോന്ന് ആയിരത്തിനാ പോടാ വരും. അതാവുമ്പോ സുഖമല്ലേ വെട്ടിയുടെ. ഇവിടെ നിന്ന് എന്തോ അല്ലേടാ ടിൻഡു? ഇവിടെ അത്രയും ദൂരം എടുത്തോണ്ട് പോണോ? ഇതല്ലേ ഞാൻ പറഞ്ഞു, എനിക്ക് ചെറിയ നടുവേദന ഉണ്ടെന്ന്. നടുവേദനയോ? എന്നാ പിന്നെ ചെയ്യണം? കുഴപ്പമുണ്ടോ? ഓക്കെ ആണോ? നീ തിന്റെ തന്നെ പറയാൻ നടന്നോളോ, കുഴപ്പമില്ല, വണ്ടിക്കൊന്നും വരണ്ട, നമുക്ക് തിരിച്ചു വരാം. നടു ഓക്കെ ആണല്ലോ. അല്ല നടുവിന് വല്ല പറ്റിയാലോ? ഞാൻ നോക്കിക്കോളാം. എങ്ങനെ നോക്കും? എന്റെ കടമയാണല്ലോ നോക്കേണ്ടേ. പിന്നെ അപ്പൊ ഞാൻ ലോയലാന്ന് തെളിയിച്ചാലോ? തെളിയിക്കാൻ ഞാൻ ലോയലാന്ന് തെളിയിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ ലോയലാണ്. തന്നെ എനിക്ക് ഇങ്ങനത്തെ എടുത്തോണ്ട് നടക്കുന്ന വല്ലതും ഉണ്ടോ ചടങ്ങ്? ഇല്ല. പെൺപിള്ളേരെ എങ്ങനെയാണ് ആൺപിള്ളേരെ എടുക്കണേ അതൊന്ന് പറയാം. അല്ല വേറെന്തേലും ചടങ്ങ് മനസ്സിലായില്ല. എങ്ങനെയാ? ഇവിടെ വല്ലതും വന്നിട്ട് നടന്നാ പോലെ ഇരുന്ന കൊണ്ടാരോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വല്ലതും ഉണ്ടോടാ? ഓ ഇത് മാത്രമേ നമുക്കറിയത്തുള്ളൂ, വേറെ അറിഞ്ഞൂടാ. അപ്പൊ നാളെ ആരെങ്കിലൊക്കെ ചോദിച്ചാലോ കുട്ടി സിംഗിൾ ആണോന്ന് ചോദിച്ചാ? കമ്മിറ്റഡ് ആണെന്ന് അത്ര അറിയത്തുള്ളൂ. അപ്പൊ പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല അപ്പൊ പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ചോദിച്ചെന്തൊരു പറയും? ഇല്ല അങ്ങനെയല്ല, പറയാൻ പറ്റത്തില്ല എന്നിങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചാലോ? അപ്പൊ നാളെ ഒരു ഗ്യാങ് വന്ന് ചോദിക്കുവാണെങ്കിൽ സിറ്റുവേഷൻ എടുക്കുന്ന രീതിയിൽ എന്താ പറയാ?
ടിൻഡു നാളെ അപ്പൊ സാറേനെ കൊണ്ടുവരണ്ടേ? അപ്പൊ ഇത്ര ഹെൽപ്പ് ചെയ്ത ടിൻഡുവിനെ നീ ഹെൽപ്പ് ചെയ്യില്ല? ഞാൻ സാറിനെ സെറ്റാക്കി നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. കണ്ടാലും പോയി കഴിഞ്ഞ് നടക്കും. ഓടിയാലോ? ഓക്കെ ആണോ? ഓ ചെറിയ നടുവേന ഇപ്പൊ ലോയലാന്ന് തെളിയിക്കണ്ടേ? എന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ നോക്കാറുണ്ടല്ലോ. ഒന്നും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. പറ്റിയാലോ? ഇല്ല, ഒന്നും പറ്റത്തില്ല. അല്ല പറ്റിയാലോ? പറ്റിയ ഞാൻ നോക്കിക്കോളും. ഭയങ്കര സൂര്യ വിളിച്ചല്ലേ? എന്താ? അതെ, ചൂടെടുക്കുന്നുണ്ട്. ഇല്ല ചൂടെടുക്കുന്നില്ല. നല്ല കാറ്റില്ലേ? കാറ്റില്ല. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകണം. ഇല്ല, റെസ്റ്റ് എടുക്കാൻ പാടില്ല. അയ്യോ, ഇപ്പൊ നമ്മള് എത്തോ? സിന്ധുവേ പോണത് ഒരുമാതിരി സിന്ധു. അവൻ താഴത്തോട്ട് എത്തി. വണ്ടി കാണാനില്ല എന്ന് പറഞ്ഞു. റോട്ടിലോട്ട് വരാന്ന് പറഞ്ഞു. ഇതൊക്കെ പണ്ട് ആൾക്കാർ ചെയ്യണ കാര്യം. പാരഷൂട്ടിൽ പോണോ? പിന്നെ അവിടെ എന്താ എഴുതി വെക്കണ്ടേ? ഡേഞ്ചർ ഒന്നുമില്ലേ? കുഴപ്പമില്ല, ഇതിലെ പോയാ പോരെ. എന്റെ ഒരു പാരഷൂട്ടുണ്ട്. മരിക്കാൻ പേടിയില്ല. ചെറുതായിട്ട്. ഇപ്പൊ ഞാൻ മരിച്ചാലും അങ്ങനെയില്ല, ഒരുമിച്ചായിരിക്കാം മരിക്കുമ്പോ. മരിക്കാൻ പോവാണോ? അല്ല, മരിക്കണേ പറ്റി. ചാവാണ് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇത്ര പ്ലസ് സ്കോർ ഉണ്ടാക്കിയിട്ട് ഞാൻ ലാസ്റ്റ് മൈനസ് ആക്കിയിട്ട് ഇപ്പോൾ മരിച്ചില്ലേ? എല്ലാരും രാഗിയല്ലേടാ, കുഴപ്പമില്ലടാ, ചോദിക്കടാ. കൊച്ചു പിള്ളേരെ പുള്ളി അത് നമ്മൾ സോൾവ് ആക്കിയായിരുന്നു. ചോദിച്ചു ടിന്നുമോളോട് ചോദിച്ചു നോക്കി, സോൾവ് ആക്കി. അതിനെ മേളിലോട്ട് ട്രാക്ക് ചെയ്തിട്ടോ തിരിച്ച് പ്ലീസ്. ഒരു സഹായം കൂടി, ഒരു പാരഷൂട്ട് ആ കൊച്ചിനെ കൂടി ഒന്ന് വരുന്നത്. ഓരോ മൈനസ് ആയിട്ട്. ഏത് കൊച്ച്? നിരുപമ പേര്, മരിച്ചുപോയി. എന്താ പേര്? നിരുപമ. പേരെന്താ? നിരുപമ. നിരു, NIRU. എന്റെ പാരഷൂട്ട് അങ്ങനെ കൊടുക്കാറില്ലായിരിക്കും. പൈസ അറിഞ്ഞ പൈസ എന്നിട്ട് കാര്യമില്ല, അങ്ങനെ കൊടുത്തൂടാ. എവിടുന്നാ നിങ്ങൾ പാരഷൂട്ട് മേടിച്ചത്? കടയിൽ നിന്ന്, ഷോപ്പിൽ നിന്ന്, ഗൺ ഷോപ്പിൽ നിന്ന്.
ഒന്ന് ഷോപ്പിംഗ് മേടിച്ചാ പോരെ. പിന്നെ ഇവിടെ നിലത്ത് വീണ്ടും പോണ്ടേ എന്താ എന്നാ കാശെടു. ആ ബാങ്ക് നമ്പർ അയക്ക്, ബാങ്കിൽ അയക്കാൻ പറ്റും, കയ്യിലില്ല. ബാങ്കിലൊന്നുമില്ല, റെഡി ക്യാഷ് വേണോ? നമ്പർ അയക്ക്, ബാങ്കിൽ തരും. അങ്ങനെ തരണ്ട. ഒരു പാരഷൂട്ടിന് 5 ലക്ഷം രൂപ, ഞാൻ 1 കോടി രൂപ ലാഭമുണ്ട്. ഒരു പാരച്ചൂട്ടിനാ? ഓ അത്രേ ഉള്ളു. എങ്കിൽ നമ്പർ അയക്ക്. നമ്പർ വരത്തില്ല, തന്നാ മതി എനിക്ക്. പിന്നെ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ബാങ്ക് ട്രാൻസ്ഫർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ കൊടുക്കാം. വീണ്ടും ജോബ് ഭ്രാന്തന്മാര്. 1 കോടി. ഓക്കെ ഡീൽ. ഓക്കെ. ആന്നാ വെച്ചോ. ഇല്ല കിട്ടിയില്ല. അതെ ചേച്ചി, അത്ര ഉള്ളു. www. ഇനി ഒരു മരണമില്ല. ഹലോ ചാവണി ഒരുമിച്ചെന്ന് പറഞ്ഞ നീ ചത്തില്ലല്ലോടി. ഇനി മരണമുണ്ടെങ്കിൽ ഞാൻ വരത്തില്ല. ഇല്ല ഇനിയൊരു മരണമില്ല. ചാവണി ഒരുമിച്ചാന്ന് പറഞ്ഞത് നീ ചത്തില്ലല്ലോടി. ഓ പിന്നെ വിളിച്ചു പറയായിരുന്നു ഞാനും മരിക്കാൻ പോവാന്ന്. പക്ഷെ അവന് ഫോൺ എടുത്തില്ല. ഒരു ട്രെയിൻ കൂടി നടത്താല്ലേ? എന്തിന്? ഇല്ല, മെയിൽ ചെയ്യുകയെന്ന് പറയുന്ന സംഭവം ഉണ്ട് കുട്ടി എനിക്ക്. അങ്ങനെ പറയല്ലേ. എന്താ പാരഷൂട്ട് യൂസ് ആവാത്ത? പാരഷൂട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്ത് ചാടിയിട്ട് പാരഷൂട്ട് യൂസ് ആവുന്നില്ല. എന്താ ശരിക്കും പാരഷൂട്ടാണ്, പറ്റിച്ചതാണ് ഇത്. ഇങ്ങോട്ടാ. എന്റെ തോളത്ത് പാരഷൂട്ട് കാണുന്നുണ്ടോ? ഇല്ല. അയ്യോ ഗോഡ് ഇവിടെ ഉണ്ടോ? ഹലോ ഗോഡ്, ഹലോ. ലീഗോ ഇല്ലാത്ത പ്രശ്നം ഇപ്പൊ ഇല്ല. ഞാനാണ് അറിയേണ്ട ഏറ്റവും എടുത്ത്. അതെ സത്യം പറഞ്ഞ നീ എന്നെ ചതിച്ചതല്ലേ? സത്യം പറഞ്ഞു. ഞാൻ മരിച്ചു കിടന്നപ്പോ വെയിറ്റ് ചെയ്യാ ടിന്റുവിനെ വിളിച്ചു. എന്തുവാ ഞാൻ നോക്കുമ്പോ എന്താണ് തലയൊക്കെ പൊട്ടി ഉരുണ്ടുരുണ്ട് പോയില്ലേ? ദൈവം വന്നപ്പോ ശരിയാക്കി. ഞാൻ പിടിവിട്ടില്ലല്ലോ, കൂടെ വീണില്ലേ? ആരോ വന്നല്ലോ. ഹലോ ദൈവമേ, ഒരു റീലോഗ് ഇട്ടേരോ? പാരഷൂട്ട് പറക്കാന്നില്ല. ഹലോ പാരഷൂട്ട് പറക്കാന്നില്ല, ഒരു റീലോഗ്. കുട്ടി ഫുള്ള് ദുരന്തമാണല്ലോ. സത്യമായിട്ട് ഇത് ഓറ മൈനസ് ആണേ. ഇത്ര നേരം ഫുള്ള് പ്ലസ് ആയിരുന്നു റീലോഗ്. ഇപ്പൊ ബൈ വിറ്റ്നസ് സ്ട്രീമിൽ കാണാം. ഇതിപ്പോ എങ്ങനെ കത്തിപ്പോണ അവസ്ഥ ഒന്ന് ആലോചിക്കേ. ഇത് ഞാൻ നിങ്ങളടുത്ത് പറയും, ഈ പാരഷൂട്ടിനെ ചാടി ലംബറിന്റെ ഫ്രണ്ടിൽ ഞാൻ പോയിട്ട് ഇന്ന് ഇറങ്ങത്തുള്ളൂ. സെറ്റ് നോക്കട്ടെ.
ശരി എന്നാ ശരി ബൈ ബൈ. റെഡി. ഇതും വീണ ഓറ മൈനസ് ആണ്. ഇനി ചാവാണി ഒരുമിച്ചാണോ? വേഗം പറ. അതെ ഒരുമിച്ച്. ആ ഇനി ചത്ത ഞാൻ ഇച്ചിരി കാണത്തില്ല. ഇറങ്ങിക്കോട്ടാ വഴി. ചാകാൻ പോവാണ്. അത് ഹൈറ്റ് കുറവായിരുന്നു നേരത്തെ. മനസ്സിലായി. തിന്റെ എവിടെയാ? അതെനിക്ക് അറിഞ്ഞൂടാ. ടിൻഡുവിനെ പോകുമ്പോൾ തന്നെ മരിച്ചു പോകും. എത്തുന്നത് വരെ നമുക്ക് മറ്റേ ബ്രിഡ്ജില്ലേ അവിടെ പോയാ. പാരഷൂട്ടിൽ ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് പാരഷൂട്ടിൽ പോയിട്ടില്ല? അപ്പൊ സത്യം പറഞ്ഞ സിറ്റിയിലെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലേ? എന്താണ് കേട്ടില്ല? അപ്പൊ ഇനിയോ? ഓ സിന്റ് ചത്തെന്ന് തോന്നുന്നു. 8 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ചത്തെന്ന്. സിന്റ് 8 മിനിറ്റ് എന്നാട്ടോ സിന്റ് മരിച്ചെന്ന്. കുഴപ്പമില്ല, വാ നടക്കാം. പെണ്ണേ വണ്ടിയില്ല വരുന്നില്ല. തെറ്റിപ്പ എത്തുന്നില്ല. കുഴപ്പമില്ല, അവിടം വരെ നടന്നതിന് അവിടെ 2 ബോട്ട് പൊട്ടിയുണ്ട്. അവിടെ അടിക്കുമല്ലോ. ഈ സ്ഥലത്തിന് എന്താ പറയണേന്നറിയോ? ഇല്ല. ഞാൻ നേരത്തെ എസ് എൻ എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. ഈ റോട്ടി കണ്ടായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്നേ. ഓ